നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 1, 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശു ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേട് പോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അപ്പസ്തോലന്മാർ ദൈവരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടതുപോലെ എനിക്കും നിങ്ങൾക്കും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാൻ, മറ്റൊരു വാക്യം പറഞ്ഞാൽ മനുഷ്യരെ പിടിക്കുന്നവരാകാനുള്ള ഒരു ദൗത്യം ദൈവം നമ്മളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നുമാണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, ആത്മരക്ഷ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോഴാണ് ഈശോ പുറത്തേക്ക് ഇറങ്ങുന്നതും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ കരുതലിന് വേണ്ടിയും ദൈവിക ഇടപെടലിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ചരിത്രത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിന് അവൻ ചരിത്രത്തിൽ ഇടപെട്ട സംഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ചരിത്രത്തിലും ഇടപെടാൻ കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടതുണ്ട്. മറ്റൊരു വാക്കിൽ, ദൈവരാജ്യ അനുഭവത്തിലേക്ക് നാം പ്രവേശിപ്പിക്കപ്പെടുന്നതിന് ചെയ്യേണ്ട 2 കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. 1, മാനസാന്തരപ്പെടുവിൻ. 2, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഒരു ദൈവരാജ്യ അനുഭവത്തിന് വേണ്ടി ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു ഈശോ അനുഭവത്തിന് വേണ്ടി ആരൊക്കെ ഹൃദയം കൊണ്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ 2 കാര്യങ്ങൾ നിശ്ചയമായും ഒരുവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വിഷയങ്ങളാണ്. 1, അനുദപിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ദൈവസ്നേഹത്തിനെതിരായി നമ്മൾ കടന്നു പോയിട്ടുണ്ടോ, പാപത്തിൻ്റെ വഴികൾ, ദൈവനിഷേധത്തിൻ്റെ വഴികൾ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ വഴികൾ, അങ്ങനെ ഇന്നലകളിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ആ സ്നേഹത്തിനെതിരായി നാം നമ്മൾ ചലിപ്പിച്ച എല്ലാ വിഷയങ്ങളും നാം പൂർണ്ണമായും വെറുത്തുപേക്ഷിക്കേണ്ടതുണ്ട് ആണ് മാനസാന്തരപ്പെടുവനെന്ന് പറയുന്നത്. എന്നിട്ട് 2ാമത് പറയാണ്, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. വിശ്വാസമില്ലാതെ നമുക്ക് ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇത് ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല പറയുന്നത്. അതുകൊണ്ട് ലോകത്തിലുള്ള പല കാര്യങ്ങളും ലോകത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോലും, മുന്നോട്ട് പോകുന്നത് പോലും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ ഫാൻ കറങ്ങുന്നുണ്ട്. ഫാൻ പൊട്ടി വീടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? വീഴുന്ന അങ്ങനെയാണ് വിശ്വസിക്കുന്നെങ്കിലോ നമ്മളിവിടെ ഇരിക്കുകയല്ല. മുകളിലിരിക്കുന്ന ഈ ഇരുമ്പിൻ്റെ ഫ്രെയിമും ഇതെല്ലാം എത്ര കിലോ വെയിറ്റ് ഉള്ളതെന്നറിയാമോ? ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഇത് പൊക്കി കയറ്റിയത്. ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം എന്താ? മനുഷ്യൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ വെളിച്ചത്തിലും അവരുടെ ബുദ്ധിയുടെ വെളിച്ചത്തിലും ഇത് നല്ല തൂണിൽ പൊക്കി വെച്ചിരിക്കുന്നത് കൊണ്ട്
നമ്മൾ വിശ്വസിക്കുന്നു ഇതൊന്നും താഴെ വീഴുകയില്ലെന്ന്. ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ കർത്താവിൻ വിശ്വസിക്കുന്നിടത്താണ് ഒരുവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ലൗകികമായ ലോകവുമായി ബന്ധപ്പെട്ട പലതും നമ്മൾ വിശ്വസിക്കുകയും ആ വിശ്വാസം നമ്മളെ ഈ ലോക ജീവിതത്തിൽ ഈ രാജ്യത്തിൽ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ നമുക്കൊരു കരുത്ത് തരികയും ചെയ്യുമ്പോൾ, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നിശ്ചയമായും അത് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ കൈപിടിച്ചുയർത്തുന്നത്. ഈശോ അനുഭവത്തിലേക്ക് നമ്മൾക്ക് വളരണമെങ്കിൽ ഈശോയിൽ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ പാപമോചനം, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ രക്ഷ, ഇതെല്ലാം യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സാധ്യമാക്കി തന്നു എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരാത്മാവിൽ ഈ യേശു അനുഭവം ഉണ്ടാകുന്നത്. അതല്ലാതെ നമ്മൾ വിശ്വാസമില്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും എത്ര ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാലും നമുക്കൊരു യേശു അനുഭവം ഉണ്ടാകില്ല. യേശു അനുഭവം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എനിക്ക് നേടിത്തന്ന രക്ഷയിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് സൗഖ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ഞാൻ ദൈവമകനായി ദൈവമകളായി ഉയർത്തപ്പെട്ടുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസമാണ് എന്നെ ദൈവരാജ് അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ മാനസാന്തരവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ യഥാർത്ഥ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ദൈവരാജ്യ അനുഭവം ഉണ്ടാകുന്നില്ലേ? നമ്മൾ ഈ രണ്ട് മേഖല നിരന്തരം ആത്മശോധന ചെയ്യുന്നുണ്ട്. നമുക്കൊരു ദൈവിക അനുഭവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ലേ? ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റണില്ലേ? ഈശോ അനുഭവം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നില്ലേ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട രണ്ട് വിഷയങ്ങൾ: ഒന്ന്, യഥാർത്ഥ മാനസാന്തരം നമ്മളിൽ നടന്നിട്ടുണ്ടോ? പാപത്തോട് പൂർണ്ണമായും വിട പറയാൻ, പാപചായ്വുകളോട്, പാപ ആലോചനകളോട്, തീരുമാനങ്ങളോട് പൂർണ്ണമായും വിട പറയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നും, യേശുക്രിസ്തുവിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയും ആത്മശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നിടത്താണ് ദൈവരാജ് അനുഭവം ഉണ്ടാകുക. ഇനി ഈ ദൈവരാജ് അനുഭവം ഉണ്ടാകുന്നതിനാ? ഈ ദൈവരാജ് അനുഭവം ഉണ്ടായാലേ ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. ദൈവരാജ് അനുഭവം ഇല്ലാതെ ഒരാൾക്ക് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഈശോ അപ്പസ്തോലന്മാരെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ ദൈവരാജ്യത്തിൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്തിനാ? ഈ ദൈവരാജ് അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. ഈ ദൈവരാജ് അനുഭവത്തിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യാൻ, മറ്റൊരു വാക്യം പറഞ്ഞാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറ്റൂ. നമ്മുടെ കൺമുമ്പിൽ വീണുപോകുന്ന, തളർന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ഭാരമുണ്ടാകുകയും ആത്മാവിലൊരു ഭാരം അനുഭവിക്കുകയും അധ്വാനിക്കുകയും ചെയ്യാൻ തക്ക വിധത്തിൽ നമ്മളിൽ ആലോചന പോലും വരുന്നത് നാം ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ്. അങ്ങനെ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തില്ലാത്തവൻ, തൊട്ടടുത്ത് കിടക്കുന്നവൻ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും അവൻ ഏതൊക്കെ രീതിയിൽ ജീവിച്ചെന്ന് പറഞ്ഞാലും അതൊരിക്കലും നമ്മളെ ഭാരപ്പെടുത്തില്ല. ഒരു ആത്മീയ ഭാരം ഒരു ആത്മീയ മനുഷ്യനിൽ ജനിക്കുന്നത് അവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുമ്പോഴാണ്. മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ, അങ്ങനെ അല്ലാതെ ജീവിക്കുന്നവരെ കാണുമ്പോൾ ഒരു ആത്മീയ ഭാരമുണ്ടാകും. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള സുവിശേഷത്തിൻ്റെ ഭാരം ഒരാത്മാവ് അനുഭവിക്കുന്നത് അവൾ ദൈവരാജ് അനുഭവത്തിൽ ജീവിതം ആരംഭിക്കുമ്പോഴാണ്. അതുകൊണ്ട് സാധാരണ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെതായ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാധാരണ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അതിൻ്റെ ആദ്യ ദിവസം തന്നെ സുവിശേഷം നമുക്ക് തരുന്ന വെല്ലുവിളി ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കാനുള്ള വിളിയാണ്. ഇതെല്ലാ ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. ഒന്നോ രണ്ടോ പേർക്കല്ല, എല്ലാവർക്കുമുള്ള വിളിയാണ് ദൈവരാജ്യത്തിൽ ജീവിക്കാനുള്ള വിളി. ഈ വിളിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.